കണ്ണൂരിൽ വീണ്ടും നിധി കണ്ടെത്തിയിരിക്കുന്നു. ചെങ്ങളായിൽ ഇന്നലെ നിധി കണ്ടെത്തിയ അതേ സ്ഥലത്താണ് വീണ്ടും നിധി കണ്ടെത്തിയത്. 3 വെള്ളി നാണയവും ഒരു സ്വർണ്ണമുത്തുമാണ് കണ്ടെത്തിയത്. ഒരു കോല് കുഴി ആഴത്തിലായ ശേഷം നമ്മൾ കയറാൻ 10 മണിക്ക് കയറാൻ നോക്കുമ്പോൾ സാധനം കിട്ടി. ആയിഷ എന്ന് പറഞ്ഞവർക്ക് കിട്ടിയത്. അവരവിടെ കരക്ക് വെച്ചിട്ട് പോയി. മറ്റൊരു പെണ്ണുങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു. അവരതങ്ങോട്ട് തട്ടുമ്പം ആ പാത്രങ്ങൾ തുറന്നു. പിന്നെ നമ്മൾ കുഴി കുത്തി എല്ലാം ആയി. പിന്നെ നമ്മളത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല. പിന്നെ 4 മണിക്ക് നമ്മൾ ഒന്ന് കുട കാണാതെ കൊണ്ട് നമ്മളിത് പഴുതാൻ വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ സാധനം മഴ വന്ന് നനഞ്ഞുമ്പോൾ ഈ ഒളിവ് കണ്ടിട്ട് എല്ലാവരും ഭാര്യ എടുത്തു, കഴുകി വൃത്തിയാക്കി പഞ്ചായത്തിൽ ഏൽപ്പിച്ചു. പഞ്ചായത്തുകാരെ വിളിച്ചു, അവർ പോലീസുകാരെ വിളിപ്പിച്ചു, പോലീസുകാർ ഏറ്റെടുത്തു. ഇന്ന് ഇവർ എന്ന് വെച്ചാൽ മുത്തുമണി, പിന്നെ 2 കമ്മല്, പിന്നെ മുത്തുമണി, പിന്നെ കോയം പോലത്തെ വെള്ളി നാണയം, പിന്നെ 13 പിന്നെ കാശുമാല എല്ലാം കിട്ടി. അത് മാലയാക്കി നമ്മൾ കോർത്തു, മുത്തുമണി ഇടക്കിട്ടിട്ട് കോർത്ത് ആയിഷ എന്ന് പറഞ്ഞവർ കാണിച്ചു. വെച്ചത് വെച്ചാൽ ഒരു അലൂമിനിയം പോലത്തെ ഒരു പാത്രം, അതിനൊരു അടുപ്പുണ്ട്. അടുപ്പ് ഇങ്ങനെ തുറന്ന് എടുക്കുന്നതാ, തെച്ച് മൊത്തത്തിൽ തുറക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഉള്ളതാ സാധനം ഇങ്ങനെ തുറന്ന അടുപ്പ് തന്നെ അടിച്ചത് ഇങ്ങനെ എടുത്തു. അതിപ്പം നമ്മൾ അവരെ ഏൽപ്പിച്ച ഫോട്ടോത്തിലിട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പം കയ്യിലില്ല, എല്ലാം നമ്മൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് കോയനായിട്ട് അല്ല മാല ആക്കിയതാണ് നമ്മൾ. പണ്ട് നമ്മളെ ആൾക്കാർ ചരടിൻ്റെ മേലെ കോർക്കുന്നതാണ് നമ്മളെ വിശ്വാസം. പക്ഷേ ഇവര് ദൈവത്തിൻ്റെ ആന്നെല്ലാം പറഞ്ഞ് ഇവർ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നമ്മളവിടെ ഇട്ടിട്ട് പോയി. എന്നെ അത് അമ്പലത്തിൻ്റെ ഒരു വീട്ടുകാരെ നമ്മളെ ഏൽപ്പിച്ചു. അവർ വന്നിട്ട് അത് എടുത്തു ഇവരെ ഏൽപ്പിച്ചു. അത്രയാണ്. രാവിലെ കണ്ട സംഭവമായിരുന്നു. രാവിലെ 10 മണിക്ക് മുതലേ കണ്ടതാണ്. അപ്പോൾ കണ്ടപ്പാടും അവരത് പുറത്തേക്ക് കളയുക ചെയ്തിനി. പിന്നെ അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേ ഇല്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു കുട കാണാത്ത സമയത്ത്, കുട പരതുന്ന സമയത്താണ് വീണ്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഇവരെന്നാ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അതെടുത്ത് നോക്കുകയും പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് സ്വർണ്ണ നാണയങ്ങളും ലോക്കറ്റെല്ലാം കണ്ടത്. അപ്പോൾ അതെടുത്തിട്ട് അവർ അപ്പാടും കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ല തിളക്കുണ്ടായിരുന്നു. അപ്പാടും പഞ്ചായത്തിൽ വിവരം അറിയിച്ചു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രീകണ്ഠാപുരം പോലീസിൽ അറിയിച്ച് വൈകുന്നേരം ആകുമ്പോൾ പോലീസ് വന്നിട്ട് പോലീസിന് അത് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ആർഡിയോളജി വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്.